യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അധ്യായം 1 വാക്യങ്ങൾ 1-2. ആദിമുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. വചനമെന്ന പദം യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ എഴുത്തുകളിൽ ദൈവശാസ്ത്ര അർത്ഥത്തിൽ ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. സുവിശേഷം ആരംഭിച്ചപ്പോഴും ഈ വചനത്തെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സുവിശേഷം ആരംഭിച്ചപ്പോൾ ഇവിടെ ആദി മുതൽ ഉള്ളത് എന്ന് പറയുന്നു. രണ്ടിടത്തും നിത്യമായ വചനമാണ് കാണുന്നത്. ഉണ്ടായി എന്നല്ല, ഉണ്ടായിരുന്നു, ഉള്ളത് എന്നിങ്ങനെ അനന്തതയെ വ്യക്തമാക്കുന്ന വ്യാകരണം തിരഞ്ഞെടുത്തിരിക്കുന്നു. സുവിശേഷം എഴുതി തുടങ്ങിയപ്പോൾ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ദൈവമായ വചനം എങ്ങനെ ശരീരത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നെങ്കിൽ, ഇവിടെ യോഹന്നാൻ ഉൾപ്പെടെയുള്ളവർക്ക് ആ വചനം എങ്ങനെ ഏറ്റവും അടുത്ത് വസിച്ചു എന്ന് വ്യക്തമാക്കുന്നു. ഈ വചനത്തെ ജീവന്റെ വചനമെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. സകല മനുഷ്യരുടെയും ജീവന്റെ ആധാരത്തെയും സകല ജീവന്റെയും ഉത്ഭവത്തെയും എല്ലാം അത് കാണിക്കുന്നു. ഈ ജീവന്റെ വചനം യോഹന്നാനും മറ്റപ്പോസ്തലരും കേട്ടു. ക്രിസ്തുവിൻ്റെ ശബ്ദം നേരിട്ട് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് അവർ. ഇവിടെ പറയുന്ന വചനം കേവലം ശബ്ദം മാത്രം അല്ലായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അടുത്ത വാക്കുകൾ. ആ വചനത്തെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു, ആ വചനത്തെ നോക്കി, ആ വചനത്തെ കൈകൊണ്ട് തൊട്ടു. ശരീരത്തിൽ വന്ന നിത്യജീവവചനമായ ക്രിസ്തുവിനെ അനുഭവിച്ചതിൻ്റെ വിവരണമാണ് ഇവയെല്ലാം. ജീവവചനമായ ക്രിസ്തുവിനെ നമുക്ക് ഇന്ന് വിശ്വാസത്താൽ അനുഭവിക്കാൻ കഴിയണം. നമ്മിൽ ജീവൻ ഉണ്ടാകുവാൻ ആ വചനത്തെ ഉള്ളിൽ കൈക്കൊള്ളണം. നിത്യത മുതൽ പിതാവിനോട് കൂടെയിരുന്ന് ആ ജീവവചനം പ്രത്യക്ഷമായി. അത് ക്രിസ്തുവാണ്. ഞങ്ങൾ അതിനെ സാക്ഷിക്കുന്നു. ആ സത്യസാക്ഷ്യത്തെ ഇന്ന് നാം ഏറ്റെടുക്കണം. നിത്യജീവവചനമായ യേശുവിനെ സാക്ഷിക്കാൻ കഴിയുന്നത് ദൈവം നമുക്ക് തന്ന പദവിയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.